വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി നൽകി സംസ്ഥാന പാരിസ്ഥിതിക ആഘാത സമിതി 25 വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. പരിസ്ഥിതി ലോല മേഖലയെന്ന് കണ്ടെത്തിയ ഇടത്താണ് അനുമതി. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം. വി എസ് രഞ്ജിത്ത്, തുരങ്കപാതയുമായി മുന്നോട്ടെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പാരിസ്ഥിതിക ആഘാത സമിതി എന്തൊക്കെ വ്യവസ്ഥകളാണ് ഈ അനുമതി നൽകുമ്പോൾ മുന്നിൽ വയ്ക്കുന്നത്? വി എസ് രഞ്ജിത്ത്. ഇപ്പോൾ തുരങ്കപാതയ്ക്ക് അനുമതി ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ 3 അംഗ സമിതി, എക്സ്പേർട്ട് സമിതിയുടെ ശുപാർശ ഇത് കൊടുക്കാൻ വേണ്ടി, അനുമതി കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്നും എക്കണോമിക്കലി എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപാധികൾ വെച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു 8 ഉപാധികൾ, 14 ഉപാധികൾ പ്രധാനമായിട്ടും വെച്ചിട്ടുണ്ട്. 25 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ തുരങ്കപാതയ്ക്ക് അനുമതി കൊടുക്കാൻ വേണ്ടി തീരുമാനം. വി എസ് രഞ്ജിത്ത്, ചെറിയ തടസ്സമുണ്ടാകുന്നുണ്ട് രഞ്ജിത്ത് പറയുന്നതിൽ. വ്യവസ്ഥകളോടുകൂടിയാണ് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ തുരങ്കപാതയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ചും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം. അതെ, തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി കൊടുത്തു എന്നുള്ളത് ആണ് അനുമതി കൊടുക്കാനുള്ള ശുപാർശയിൽ കൃത്യമായി പറയുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ 3 അംഗ സമിതിയാണ് ഈ അനുമതി കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല അനുമതിയാണ് കിട്ടിയിട്ടുള്ളത്. ആ 3 അംഗ സമിതിയുടെ പരിഗണനയ്ക്ക് തുടക്കത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വിശദമായ പരിശോധന നടത്തണം എന്നായിരുന്നു പറഞ്ഞത്. ആ 3 അംഗ സമിതി വിശദമായി പരിശോധന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്മിറ്റി decided to recommend environmental clearance to the project. അതായത് ഈ പ്രോജക്റ്റിന് എൻവയറൺമെന്റൽ ക്ലിയറൻസ് രഞ്ജിത്ത്, പാരിസ്ഥിതിക അനുമതി ആയിരുന്നല്ലോ പ്രധാന തടസ്സം. ഇപ്പോൾ നിബന്ധനകളോടെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നിബന്ധനകളോടെയാണ് അന്തിമ അനുമതിക്കുള്ള ശുപാർശ. ഇപ്പോൾ ഈ സ്ഥലമെടുപ്പ് നടപടികൾ 90% പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് തന്നെ ഈ മാപ്പിംഗ് അടക്കം, സൂക്ഷ്മമായിട്ടുള്ള മാപ്പിംഗ് അടക്കം നടത്തി അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതല്ലേ? കാരണം ഒരു ബദൽ പാത നിർമ്മിച്ചതിന് ശേഷം അത് സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തിയിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായും അതിൻ്റെ പഠനം പൂർണ്ണമായി നടത്തണമെന്ന നിർദ്ദേശമുണ്ട്. അതുമാത്രമല്ല, ഇതിന് ഏറ്റവും സാങ്കേതിക വിദ്യ, ഏറ്റവും നൂതനമായ അത്യന്താധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കണ്ടീഷനായി ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഓൾ ദ പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ അഡോപ്റ്റിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സേഫ് ഗാർഡ്സ് ആൻഡ് ഇൻ അഗ്രിമെൻറ്റ് ടു ദി സ്പിരിറ്റ് ഓഫ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. അതായത് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളോടുകൂടി ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എടുത്തുകൊണ്ട് ഈ എൻവയറമെൻ്റൽ ആയിട്ടുള്ള സെൻസിറ്റീവായ ഏരിയ, പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് വേണം അവിടുത്തെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ എന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. മൈക്രോ സ്കെയിൽസ് മാപ്പിംഗ് ഓഫ് ലാൻഡ് സ്ലൈഡ് എന്ന് അത് അവിടെ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതകൾ പരിശോധിക്കാനുള്ള മൈക്രോ സ്കെയിൽ മാപ്പിംഗ് നടത്തണം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ 25ഓളം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പാരിസ്ഥിതിക അനുമതിക്ക് കൊടുക്കാൻ വേണ്ടി 3 അംഗ സമിതി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ആ 25 ഉപാധികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പാരിസ്ഥിതിക ലോല പ്രദേശമെന്ന് കണക്കിലെടുത്തുകൊണ്ട് ആ പാരിസ്ഥിതിക ലോല പ്രദേശമായതുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ആണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ ടണൽ റോഡിന്റെ ആ റോഡ് വന്നു കഴിയുമ്പോൾ അതിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നതിന് കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം. അതുപോലെ തന്നെ ടണലിംഗ് രീതി, അത് ഭൂമിയുടെ ഘടന അനുസരിച്ച് വേണം ടണലിംഗ് രീതി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഈ കളക്ടർ അടങ്ങുന്ന ഒരു സമിതി അത് എപ്പോഴും ഇതിന്റെ ഒരു മോണിറ്ററിംഗിനായി ഉണ്ടാകില്ലേ? കാരണം ഇത്രയും വിവാദം പുറത്തു നടക്കുന്ന ഒരു ഘട്ടത്തിൽ. രഞ്ജിത്ത്,
താമരശ്ശേരി ചുരത്തിന്റെ ബദലായി നിർമ്മിക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പ്രധാന കടമ്പ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പദ്ധതിക്ക് അന്തിമാനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയുടെ വിദഗ്ധ സമിതി 25 വ്യവസ്ഥകളോടെ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുകയാണ്. പാരിസ്ഥിതിക അനുമതിയായിരുന്നു പദ്ധതിയുടെ പ്രധാന തടസ്സം. നിബന്ധനകളോടെ അന്തിമാനുമതിക്കുള്ള ശുപാർശ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇനി രേഖാമൂലമുള്ള അനുമതി കൂടി ഇറങ്ങുന്നതോടുകൂടി വർക്ക് ഓർഡർ നൽകി ഈ കരാറെടുത്ത കമ്പനിക്ക് നിർമ്മാണം ആരംഭിക്കാൻ കഴിയും. അതിനായുള്ള സ്ഥലമെടുപ്പ് 90% പൂർത്തിയായി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഏറ്റെടുക്കാനുള്ളത് നിർമ്മാണ വസ്തുക്കളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ അതൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലം മാത്രമാണ് ഇനി ഏറ്റെടുക്കാനുള്ളത്. ഈ തുരങ്കപാത നിർമ്മാണം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ആ തുരങ്കപാത കടന്നു പോകുന്നത് പരിസ്ഥിതി ലോല പ്രദേശത്തു കൂടിയാണ് എന്നതുകൊണ്ടാണ്. ഉചിതമായ സുരക്ഷാ മുൻകരുതലുകളടക്കം സ്വീകരിക്കേണ്ടതുണ്ട്. വി എസ് രഞ്ജിത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഈ വ്യവസ്ഥകളെ കുറിച്ചാണ്. ഭൂമിയുടെ ഘടനയനുസരിച്ചുള്ള ടണലിംഗ് ആയിരിക്കും ഉണ്ടാവുക എന്നത് ഉറപ്പാക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രദേശത്ത് മണ്ണിന്റെ ഘടന ഈ ഉരുൾപൊട്ടലിന് ശേഷം മാറി വരുന്ന ഒരു മണ്ണിന്റെ ഘടന അത് ഈ മേഖലയിലും ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ടല്ലോ. അപ്പോൾ അവിടെ മതിയായ സുരക്ഷാ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോഴടക്കം ഒരുക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അത് വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി മുൻനിർത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് മാത്രമല്ലേ ഈ പദ്ധതിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ്, റോയൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ 2 കമ്പനികൾക്കാണ് തുരങ്കത്തിനും സമീപത്തുള്ള റോഡിനും കരാർ കിട്ടിയിരിക്കുന്നത്. അവരെപ്പോഴേക്ക് ഈ പ്രോജക്റ്റിലേക്ക് കടക്കും രഞ്ജിത്ത്? ഈ അനുമതി കിട്ടിയ സാഹചര്യത്തിൽ ഇതുമായി സർക്കാർ അതിവേഗത്തിൽ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലെ കണ്ടീഷൻസ് പ്രകാരം ആ വർക്ക് ഏറ്റെടുക്കാൻ ഈ കരാർ കമ്പനികൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഏറ്റവും മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഈ അതിൽ ഉപാധികളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ, അതായത് ടണലിൻ്റെ 2 ഭാഗത്തും ടണലിൻ്റെ വടക്കേ അറ്റത്തും തെക്കേ അറ്റത്തും ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അവിടുത്തെ റെയിൻഫോൾ ഉൾപ്പെടെ മഴ എത്രത്തോളം ഉണ്ട്, ആ മഴയുടെ അനുപാതം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ടണലിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതുണ്ട്. ടണൽ ആക്ടിവിറ്റീസ് നിർത്തിവെക്കണം. അത് മണ്ണിടിച്ചിൽ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ച് ആ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷൻ ഈ വാർണിംഗ് സിഗ്നൽസ് കൊടുക്കണം.